ആദ്യം വീഡിയോ ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ നീ അല്ല ആ വീഡിയോ ആക്കുന്നേ എന്തെന്ന് മോളെ. എൻ്റെ ഈ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടതാണ്. പിന്നെ കുറേ ആൾ പറയല് വലിയ വീഡിയോ ആക്കുന്ന ആൾ വന്ന് വീഡിയോ കയറ്റി വന്ന് അങ്ങനെയല്ല. ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാനിത് സ്റ്റാർട്ട് ചെയ്യും, ഞാനിതൊന്നൊരു ഇൻകം ഉണ്ടാക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫുള്ള് മഞ്ഞ്. ഇന്നലെ ഞാൻ വീഡിയോ ആക്കുമ്പോൾ ഫുൾ മഞ്ഞുണ്ടായിട്ടില്ല എന്നല്ലേ, പക്ഷേങ്കിൽ ഇന്ന് ഇവിടെ ഫുള്ള് മഞ്ഞുണ്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഫസ്റ്റായിട്ട് വീഡിയോ നോക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ നോർമലി എന്നോട് എല്ലാവരും ചോദിക്കൽ നിങ്ങളെങ്ങനെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് 95,000 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ നോർമലി ഞാൻ തുടങ്ങിയൊരു 2 years ആയി, അതായത് വീഡിയോ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് എങ്ങനെ ഈ കോണ്ടൻറ്റ് ക്രിയേറ്റ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു ഫീൽഡിലേക്ക് വന്നത്, എങ്ങനെ വീഡിയോ ചെയ്യാൻ ധൈര്യം കാണിച്ച് അങ്ങനെ. ആദ്യമൊക്കെ ഞാൻ കോണ്ടൻറ്റ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കുറേ തോട്ട്സ് എല്ലാം ഇങ്ങനെ കുറേ എഴുതിയിട്ടിടുന്നുണ്ട്, അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ റീൽസ്, അതായത് ടിക്ടോക്കിൽ നോർമലി ഉണ്ടായിരുന്നു. ടിക്ടോക്കിൽ ഏകദേശം 10K+ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ടിക്ടോക്കിൽ. ആദ്യം ടിക്ടോക്ക് ബാനായിട്ടാകുമ്പം പിന്നെ അതെല്ലാം നിർത്തി ഡയറക്റ്റ് ഇൻസ്റ്റത്തിലേക്ക് മെല്ലെ വന്ന് ഇൻസ്റ്റത്തിൽ വന്നിട്ട് ആദ്യമൊക്കെ ഭയങ്കര ചമ്മലുണ്ട്. ഞാനിങ്ങനെ റീൽസ് ഡബ്ബിങ് ആദ്യമൊക്കെ അതായിരുന്നല്ലോ ട്രെൻഡ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ മെല്ലെ റീച്ചായി തുടങ്ങി, തോട്ട്സ് എഴുതിയിട്ടിടാൻ തുടങ്ങി. കന്നഡത്തിലും മലയാളത്തിലായിട്ട് ഇങ്ങനെ തോട്ട്സ് എല്ലാം എഴുതിയിട്ട്, മലയാളം ടൈപ്പ് ചെയ്യൂല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ടിടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പിന്നെ പഠിച്ച് ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നായി എന്നൊന്നും പറയാൻ കഴിയില്ല, എന്നാലും ചെറുതായിട്ട്. പിന്നെ പ്രമോഷൻ കിട്ടി തുടങ്ങി. പിന്നെ അതിൻ്റെ ബാക്കിലായി പ്രമോഷൻ. പിന്നെ 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, അങ്ങനെ ആയി 400 സംതിങ് പ്രമോഷൻ ഇപ്പോൾ നോർമലായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോയിൽ ഏകദേശം 400 വീഡിയോസ് ഉണ്ടാവും. ഇതിലൊരു 100 വീഡിയോസ് എൻ്റെ പേഴ്സണൽ വീഡിയോസ് ഉണ്ടാവും, ബാക്കിയെല്ലാം ആൾമോസ്റ്റ് എല്ലാം പ്രമോഷൻ തന്നെ. അപ്പോൾ അത്ര വീഡിയോസ് ഞാൻ ചെയ്തു. അപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ ഈ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടതാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ കളിയാക്കി ആദ്യം വീഡിയോ ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ നീ അല്ല ആ വീഡിയോ ആക്കുന്നേ എന്തെന്ന് മോളെ അതല്ലോ ഈ ആന്നല്ലേ പറയല്. പിന്നെ കുറേ ആൾ പറയല് വലിയ വീഡിയോ ആക്കുന്ന ആൾ വന്ന് വീഡിയോ കയറ്റി വന്ന് അങ്ങനെയല്ല പറയല്. ഇപ്പോൾ ഞാൻ പ്രമോഷൻ ചെയ്ത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതെങ്ങനെ ചെയ്ത്, ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെ വന്ന്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, നമുക്കും ആക്കാൻ ആഗ്രഹമുണ്ട് എന്നല്ല പറയല്. അപ്പോൾ അതിൽ കേൾക്കുമ്പോൾ അന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാ. പിന്നെ അതേ ആൾക്കാർ നമ്മളോട് അത് ചോദിക്കൽ ഇതിൽ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാൻ പറ്റും, നമ്മളെങ്ങനെ ഫോളോവേഴ്സ് എങ്ങനെ ഇൻക്രീസ് ആവില്ല, അങ്ങനെ ചോദിക്കൽ. അപ്പം ഇത് ആ ഒരു സന്തോഷം മൂഡ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കലുണ്ട് എങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, അവർക്ക് ആൾക്കാരെ മുന്നിൽ സംസാരിക്കാൻ മടിയാണ്, ചമ്മലാണ്, വ്യൂസ് പോകുന്നില്ല, റീച്ച് പോകുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റൊരു കാര്യം പറയാം, നിങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് സമയം സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം എന്താ വെച്ചാൽ മടി വിചാരിച്ചിട്ട് ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെ അതൊന്നും വിചാരിച്ച് നിൽക്കണ്ട. നിങ്ങൾ മടി കൂടാണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു തെറ്റ് മാത്രം ചെയ്ത് ഞാൻ ഫസ്റ്റ് ചെയ്ത തെറ്റാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇൻസ്റ്റ സ്റ്റാർട്ടാക്കി നമ്മളെ ഫാമിലി, നമ്മളെ ഫ്രണ്ട്സിന് എല്ലാവരും കയറി ഫോളോ ആക്കി വെക്കുക, അത് മാത്രം ചെയ്യരുത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ റാൻഡമായിട്ട് ഫോളോവേഴ്സ് കയറട്ടെ ഇറങ്ങട്ടെ, അതൊന്നും മൈൻഡ് ആക്കണ്ട. ആര് ഫോളോ ആക്കിയിട്ടില്ല, എന്ത് കണ്ടൻറ്റ് പോകുന്നത്, അതൊന്നും മൈൻഡ് ആക്കണ്ട. നിങ്ങൾ എന്താണ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ടാലൻറ്റ് എന്താണ്, അത് വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യാം. അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതൊന്നും മൈൻഡാക്കിയേ വേണ്ട. അപ്പോൾ ഇത് നമുക്ക് റീച്ചായി. അപ്പോൾ നമ്മൾ പാതി നമ്മളെ പണിയെടുത്ത്, ബാക്കി ഇനി പാതി നമ്മളെ കണ്ടിട്ടും നമ്മളെ എഫേർട്ടും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് നോക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യാണ്ടിരിക്കാം, അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ജസ്റ്റ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും എന്താക്കും അറിയോ, നമ്മളെ വീഡിയോ ജസ്റ്റ് ഒരു നോക്കിയിട്ട് ലൈക്ക് ഇട്ടിട്ട് പോകും. അതല്ല നമുക്ക് വേണ്ടത്. നമ്മളെ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കണ്ടിരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർ നമുക്ക് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് നോർമലി വെറുതെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വരണമെന്ന് പറഞ്ഞിട്ടല്ല പറയുന്നത്. ഇത് ഇൻസ്റ്റത്തിൻ്റെ റൂളാണ്. കാരണം ഇൻസ്റ്റത്തിൽ ഫുള്ള് വീഡിയോ കണ്ടിട്ട് ഒരാൾ ലൈക്ക് ഫോളോ ആക്കുമ്പോൾ നമ്മളുടെ എൻഗേജിങ് കൂടും. അപ്പോൾ ഇൻസ്റ്റ തന്നെ നമ്മളെ തള്ളും ഇങ്ങനെ നമ്മളെ വ്യൂവേഴ്സിലേക്ക്, വേറെ അറിയാത്ത ആൾക്കാരിലേക്ക് നമ്മളെ വീഡിയോസ് പുഷ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെയെങ്കിലും ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യ്, എന്നിട്ട് വെറുതെ പറയണ്ട. വെറുതെ നോക്കിയിട്ട് 1 സെക്കൻഡ് നോക്കിയിട്ടാ ലൈക്ക് ഇട്ടിട്ട് സ്ക്രോൾ ചെയ്തിട്ട് കാര്യമില്ല. അതിനെക്കാട്ടി വെച്ചാൽ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വേണ്ടത്. അതായത് ഇൻസ്റ്റത്തിലും അങ്ങനത്തെ ആൾക്കാരെ വേണ്ടത്. അപ്പോൾ അത് മെയിനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ എന്തെന്നുള്ളത്, പിന്നെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടത് കുറച്ച് ധൈര്യം വേണം.
പിന്നെ തൻ്റെ ഇടം വേണം. ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ പണിയെടുക്കും എന്നുള്ളൊരു തൻ്റെ ഇടം വേണം. അന്ന് നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് വരാം. നെഗറ്റീവ് കമൻറ്റ്സ് വരൂ, നെഗറ്റീവ് നമ്മളെ മുന്നിൽ വന്നിട്ട് ആൾക്കാർ പറയൂ, നമ്മളെ ബാക്കിൽ വന്നിട്ട് പറയൂ, നമ്മളുടെ ഫാമിലിനോട് പറയൂ, എല്ലാം നടക്കും ഇതിൻ്റെ നടുത്തിൽ. നമ്മളെ ഫാമിലിയിൽ നിന്ന് കുറേ പ്രഷേഴ്സ് ഉണ്ടാവുക, പിന്നെ കുറേ ആൾക്കാർ കുറ്റം പറയൂ, നമ്മളെ ഉമ്മമാരോടും ഉപ്പമാരോടും എല്ലാവരോടും പറയും, അവരൊക്കെ നമ്മളെ ചീത്ത പറയും, അതെല്ലാം കേട്ടിട്ടും. പിന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഫേസ് ചെയ്ത് ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ഞാനിത് സ്റ്റാർട്ട് ചെയ്യും, ഞാനിതൊന്നൊരു ഇൻകം ഉണ്ടാക്കും, ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഉറച്ച് തീരുമാനിച്ചിട്ടാണ് ഈ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യൂട്യൂബ് എന്ന് പറയുന്നത് കുറേ കഷ്ടമുണ്ട്, കുറച്ചൊന്നല്ല. ലോങ് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അത് ആൾക്കാരിലേക്ക് എത്തുന്നത്, അതിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതിന് കുറേ ടാസ്ക്കായ കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വെച്ചാൽ വെറുതെ ഒന്നും നടക്കില്ല. നമുക്കൊരു ഇൻകം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നല്ല മഴവേദന തീർത്തറ ഞാനൊരു ഇൻകം ഉണ്ടാക്കുന്ന ഇൻസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 കൊല്ലത്തെ കഷ്ടപ്പാടാണ്, 2 കൊല്ലത്തെ. അതേപോലെ യൂട്യൂബിൽ 1 കൊല്ലം കഷ്ടപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മതി നിർത്താം. ഇനി നാളെ നമുക്ക് നോക്കാം. ബാക്കി ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് തീർത്തിരുന്ന് വിചാരിക്കുന്നു. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇനിയുടെ നിന്നിട്ട് പണി പാടണ്ട. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇവിടെ എപ്പോഴേക്കാണ് ഒരു വെളി വന്ന ഒരു മഴ, ഒരു വെളി വന്ന ഒരു മഴ. ഇപ്പോൾ ജസ്റ്റ് ഒരു വെളി വന്നിട്ടുണ്ട്, അപ്പോൾ പിന്നെ മഴ വന്നു.